Good morning, girls. Our next topic is management by participation. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോട്ടിവേഷണൽ ടെക്നിക്സ് എയിംഡ് അറ്റ് ആക്ടിവേറ്റിംഗ് ആൻഡ് എൻഗേജിങ് എംപ്ലോയീസ് and at the same time it helps to meet the employees higher order needs. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതായത് എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. Okay, so under this method, management creates an environment in which each employee is incorporated into the management process. അതായത് ഈ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ ഓരോ എംപ്ലോയിക്കും എന്താക്കണം, ചാൻസ് കിട്ടണം എന്നുള്ള ആ ഒരു എൻവയോൺമെൻറ്റാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ദിസ് ലീഡ്സ് ടു എ സിറ്റുവേഷൻ where each employee will have an influence on the decision making. So the entire process, ഈ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇറ്റ് എയിംസ് അറ്റ് എംപവറിങ് ദി എംപ്ലോയീസ്. അതായത് എംപ്ലോയീസ് എംപവർ ആവുന്നതോട് കൂടിയിട്ട് എംപവേർഡ് എംപ്ലോയീസ് ക്യാൻ സ്പീഡ് അപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ആർ റെഡി ടു ഡു എനിത്തിങ് ഫോർ ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ദി കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ എംപ്ലോയി ഇറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് ടു റിയലൈസ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. മനസ്സിലായല്ലോ? അതോടുകൂടിയിട്ട് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എ മോർ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ദ ക്രിയേറ്റിവിറ്റി ഓഫ് ദി എംപ്ലോയീസ് ലീഡിങ് ടു ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഡെഫിനേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് എംപവറിങ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഈ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആരാവാം, എംപ്ലോയീസ് ഓഫ് എ കമ്പനി ആവാം, സിറ്റിസൺസ് ഓഫ് എ കമ്മ്യൂണിറ്റി ആവാം. എന്തിനു വേണ്ടിയിട്ട് എംപവർ ചെയ്യുന്നത്? ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി organizational decision making. Okay, one more definition is given according to Keith Davis. Participation എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എൻ എംപ്ലോയി ഇൻ എ ഗ്രൂപ്പ് സിറ്റുവേഷൻ വിച്ച് എൻകറേജസ് ഹിം ടു കോൺട്രിബ്യൂട്ട് ടു ഗ്രൂപ്പ് ഗോൾസ് ആൻഡ് ഷെയർ റെസ്പോൺസിബിലിറ്റി ഇൻ ദം. അതായത് മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക ഒരു ഗ്രൂപ്പ് സിറ്റുവേഷനിൽ എംപ്ലോയിനെ. അതുവഴി എംപ്ലോയിക്ക് എന്താ മെച്ചെന്ന് വെച്ചാൽ ഇറ്റ് എൻകറേജസ് ഹിം ടു കോൺട്രിബ്യൂട്ട് ടു ഗ്രൂപ്പ് ഗോൾസ് ആൻഡ് ഷെയർ റെസ്പോൺസിബിലിറ്റി. He is ready to take up responsibility. Okay, so this is management by participation. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് ദ റോൾ ഇൻ ദ ക്രിയേഷൻ, മാനേജേഴ്സ് റോൾ ഇൻ ദ ക്രിയേഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. അതായത് മാനേജർ എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ഹി ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഗ്രൂപ്പ്, ക്യാൻ മേക്ക് ഇൻട്രാക്ഷൻസ്, ദെൻ ഹി ക്യാൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ദെൻ ചേഞ്ച് ഇൻ ദി ഓറിയൻറ്റേഷൻ ആൻഡ് ഹി ക്യാൻ ഡിസ്പ്ലേയിങ് ട്രസ്റ്റ് ആൻഡ് ടോളറൻസ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരു അങ്ങനെയുള്ളൊരു പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിലൊരു പാർട്ടിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സിന് ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടാവാം. അതായത് മാനേജേഴ്സിന് ഈ എംപ്ലോയീസിൻ്റെ ഇടയിലൊരു എന്താ പറയുക വിശ്വാസ്യത കൂടും. കാരണം എല്ലാ കാര്യത്തിലും എംപ്ലോയീസിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചും കൊണ്ടാണല്ലോ ഡിസിഷൻസൊക്കെ എടുക്കുന്നത്. So next we can see what is the role of employees in management by participation. എംപ്ലോയിക്ക് എന്തൊക്കെ റോളാണുള്ളത്? ഹി ഹാസ് ദ റൈറ്റ് ഓഫ് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. വോട്ടിംഗ് റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് ഡിസിഷൻ എടുക്കുന്ന സമയത്തും ഹി ക്യാൻ മേക്ക് ഹിസ് ഒപ്പീനിയൻ. ദെൻ മെമ്പർഷിപ്പ് ഇൻ ദ വർക്ക് കൗൺസിൽസ് ആൻഡ് സൂപ്പർവൈസറി ബോർഡ്. അതായത് ഇങ്ങനെ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ അവിടെ അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഹീസ് എ മെമ്പർ ഓഫ് വർക്ക് കൗൺസിൽസ് ആൻഡ് അതായത് ഇതൊരു ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പേഷനാണ് ഈ വർക്ക് കൗൺസിൽസ് ആൻഡ് സൂപ്പർവൈസറി ബോർഡ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലൊക്കെ ഉള്ള മെമ്പർഷിപ്പ് ഉണ്ടാവും ഈ എംപ്ലോയീസിന്. ദെൻ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ആൻഡ് ആക്റ്റീവ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഹി ക്യാൻ മേക്ക് ഹിസ് ഓൺ ഒപ്പീനിയൻ. Then participation in the profits, participation in the benefits, participation in the capital and share of the കമ്പനി. അപ്പോൾ ശരിക്കും ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത് ശരിക്കും ദേ ആർ എന്താ പറയുക, ഒരു തരത്തിൽ അവരെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷെയർ ഹോൾഡേഴ്സായി തീരുക ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സായി തീരുന്നതോട് കൂടിയിട്ട് ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി, ഹി ക്യാൻ മേക്ക് യൂസ് ഓഫ് എനി ബെനിഫിറ്റ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഹി ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ക്യാപിറ്റൽ ആൻഡ് share of the company. Okay, so this creates a sense of ownership in each and every employee എന്നാണ് പറയുന്നത്. അതായത് he is free to think, innovate as far as
as his mental ability and experience is concerned. ഓക്കെ, അങ്ങനെ ഒരു എംപ്ലോയീസിനൊരു ഫുൾ ഫ്രീഡം കിട്ടുക ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും എല്ലാ കാര്യത്തിലും കമ്പനീൻ്റെ മാനേജീരിയൽ പ്രോസസ്സിൽ. സോ ഇറ്റ് ഗീവ്സ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ടു എംപ്ലോയീസ്. അതായത് എംപ്ലോയീസ് അണ്ടർഗോസ് ബിഹേവിയറൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഓർഗനൈസേഷൻ ആൻഡ് വൺ സെൽഫ് ആസ് വെൽ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ നോക്കാം. ശരിക്കും ദർ ആർ 8 ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ. അതായത് ദീസ് ലെവൽസ് കറസ്പോണ്ട് ടു ദ ഡിഗ്രി ഓഫ് അഡ്മിഷൻ ഓഫ് സബോർഡിനേറ്റ് ടു മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഏതൊക്കെ ലെവലിലാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ, ദെൻ റൈറ്റ് ടു ബി ഹിയർഡ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള. ദെൻ റൈറ്റ് ടു സ്പീക്ക്, റൈറ്റ് ടു അഡ്വൈസ്, റൈറ്റ് ടു ഒബ്ജക്റ്റീവ് ആവാം. Then right to consent, right to dispute and settlement, right exclusively for the settlement. Okay, so these are the levels. ഈ കാര്യങ്ങളിൽ 8 ലെവൽസിൽ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ദർ ആർ 5 ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ. അതായത് ഈ 5 ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വൺ ഇസ് ഇൻഫർമേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇൻഫർമേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് വർക്കേഴ്സ് റിഗാർഡിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ദി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. സോ ഹിയർ വർക്കേഴ്സ് ഹാവ് നോ റൈറ്റ് ടു സ്ക്രൂട്ടിനൈസ് ദ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് വർക്കേഴ്സ് റിഗാർഡിംഗ് എക്കണോമിക് പൊസിഷൻ ഓഫ് ദ ഫേം, സ്റ്റേറ്റ് ഓഫ് ദ മാർക്കറ്റ്, ദെൻ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ പ്രോഗ്രാം, work methods, etc. Okay, so here the worker has no right to scrutinize the information provided by the management. ഇവിടെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അതിൽ ആ ഒരു ഇൻഫർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ടതാണ്. ദിസ് ഇൻവോൾവ്സ് എ ഹയർ ഡിഗ്രി ഓഫ് ഷെയറിംഗ് ഓഫ് വ്യൂസ് ഓഫ് വർക്കേഴ്സ് and giving them a chance to express their views on various issues concerning work, workplace, working conditions, financial status, etc. So here the joint councils of workers and management works as an advisory body only. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുക ചെയ്യുന്ന ഒരു അഡ്വൈസറി ബോഡി ആയിട്ട്. മാനേജ്മെൻറ്റ് മേ ഓർ മേ നോട്ട് ആക്സെപ്റ്റ് ദ സജഷൻസ്. ഓക്കെ, then next one is associative participation. Here the council is not purely advisory. നേരത്തെ കൺസൾട്ടേറ്റീവിൽ ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷനിൽ അവിടെ ഒരു അസോസിയേഷൻ വരുന്നുണ്ട്. അതായത് മാനേജ്മെൻറ്റ് ഈസ് അണ്ടർ എ മോറൽ ഒബ്ലിഗേഷൻ ടു ആക്സെപ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ യുനാനിമസ് ഡിസിഷൻസ് ഓഫ് ദി കൗൺസിൽ. അപ്പോൾ ഈ കൗൺസിൽ എടുക്കുന്ന ഡിസിഷൻസ് എടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയാണ് അവിടെ മാനേജ്മെൻറ്റ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പാർട്ടിസിപ്പേഷനെയാണ് നമ്മൾ അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. The next comes administrative participation. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിയർ ദർ ഇസ് എ ഗ്രേറ്റ് ഡിഗ്രി ഓഫ് ഷെയറിംഗ് authority and responsibility of managerial work and allows workers a little more autonomy in exercising administrative and supervisory powers in respect of welfare, safety, benefits and reward. അതായത് ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടുക ചെയ്യുക. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ തന്നെ. അപ്പം എംപ്ലോയിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ദർ ഇസ് എ ഗ്രേറ്റ് ഡിഗ്രി ഓഫ് ഷെയറിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇസ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ. ഡിസിസീവിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ദിസ് ഇസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പാർട്ടിസിപ്പേഷൻ വെയർ ഡിസിഷൻസ് ആർ ടേക്കൺ ജോയിൻ്റ്ലി ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ, സേഫ്റ്റി ആൻഡ് വെൽഫെയർ. അവിടെ ഒരു കൂടിച്ചേർന്നുകൊണ്ടുള്ളൊരു ഡിസിഷനാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ? ഡിസിഷൻസ് ആർ ടേക്കൺ jointly on matters relating to safety, welfare, etc. Clear ആണോ? So next we have degree of participation. Degree of participation ഉദ്ദേശിക്കുന്നത് managers differ greatly in the degree to which they encourage participation. എല്ലാ മാനേജേഴ്സും ഒരേ രീതിയിൽ എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചോളണമെന്നില്ല.
The amount of participation is greater at upper levels of the organization. അതായത് managers who make the most extensive use of participation consult with employees frequently on all types of issues relating to the organization. അതായത് ഗ്രേറ്റർ ഡിഗ്രി എക്സസൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ് എന്ത് ചെയ്യും, ദേ ഫോർ ഈച്ച് ആൻഡ് എവ്രി മൈന്യൂട്ട് ഇഷ്യൂസ്, അതായത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ എന്ത് ചെയ്യും, എംപ്ലോയീസിനെ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതാ പറയുന്നത് മാനേജേഴ്സ് എന്താ പറയുക, ഡിഫർ ഗ്രേറ്റ്ലി ഇൻ ദ ഡിഗ്രി ടു വിച്ച് ദേ എൻകറേജ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദേ ഡിഫർ ഇൻ ദ ഡിഗ്രി ടു വിച്ച് സബോർഡിനേറ്റ് ആർ പെർമിറ്റഡ് ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ. അതായത് അങ്ങനെ ഒരു നിർബന്ധമില്ലല്ലോ, അപ്പം ഇറ്റ് ഡിപ്പെൻസ് എന്നാണ് പറയുന്നത് ഇൻ ഈച്ച് കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ, ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ, ഏതൊക്കെ രീതിയിൽ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സജഷൻ സ്കീം. സജഷൻ സ്കീമിൽ സജഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസ് ആർ റിവാർഡഡ് ഫിനാൻഷ്യലി ഫോർ സബ്മിറ്റിംഗ് യൂസബിൾ സജഷൻസ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത്, ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് എൻകറേജിങ് എംപ്ലോയീസ് ടു ഗിവ് സജഷൻസ് ആർ എസെൻഷ്യൽ ടു മേക്ക് ദ സിസ്റ്റം സക്സസ്ഫുൾ. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സജഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം വർക്കേഴ്സ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് വർക്ക്. അതായത് ഓരോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിലോ ഏതെങ്കിലും വർക്ക് പുതുതായിട്ട് വരികയാണെങ്കിലൊക്കെ വർക്കേഴ്സിൻ്റെ സജഷൻസും കൂടെ എടുക്കും. അപ്പം മാനേജ്മെൻറ്റ് റിവ്യൂസ് ദ സജഷൻസ് മെയ്ഡ് ആൻഡ് പുട്ട് ദ കൺസ്ട്രക്റ്റീവ് സജഷൻസ് ഇൻ ടു ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ ചില കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ദേ ഷെയർ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അക്രൂയിങ് ത്രൂ ഗുഡ് സജഷൻസ് വിത്ത് ദ വർക്കേഴ്സ് ഹു കോൺട്രിബ്യൂട്ട് ദ സജഷൻ എന്നാണ് പറയുന്നത്. സോ ദിസ് മെക്കാനിസം ക്രിയേറ്റ്സ് എന്താ പറയുക, ഒരു എംപ്ലോയീസിൻ്റെ മൈൻഡിൽ ഒരു എന്താ പറയുക ഒരു ഏർജ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇന്നവേറ്റീവ് ഏർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ദിസ് ഇസ് എ വിൻ വിൻ മെക്കാനിസം എന്നാണ് പറയുന്നത്. അതായത് റിവാർഡ്സ് അവാർഡഡ് ഷുഡ് ബി കമൻസറേറ്റ് വിത്ത് ദ ബെനിഫിറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദി സജഷൻ. അതായത് ഇത്രയേ ഉള്ളൂ, എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് സജഷൻസ് എടുക്കുന്നു, നല്ല നല്ല സജഷനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഫുള്ളി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല, സജഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ സജഷൻ സിസ്റ്റത്തിൽ. ദെൻ നെക്സ്റ്റ് ഇസ് മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റ്. മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റിൽ എന്താ വരുന്നത് വെച്ചാൽ ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് അനദർ ഫോം ഓഫ് പാർട്ടിസിപ്പേഷൻ. അതായത് മെമ്പേഴ്സ് ഓഫ് ജൂനിയർ ബോർഡ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രോബ്ലം സോൾവിങ്. ഇവിടെ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ വേരിയേഷൻ ഇൻ ദ സിസ്റ്റം ടേക്സ് ദ ഫോം ഓഫ് പ്രൊഡക്ഷൻ കമ്മിറ്റി കമ്പോസ്ഡ് ഓഫ് എംപ്ലോയി ആൻഡ് മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് വിച്ച് ഡിവോട്ട് ദിയർ സ്റ്റഡി ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. അതായത് മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ജൂനിയർ ബോർഡും കൂടെ, ശരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലാതെ അവിടെ ജൂനിയർ ബോർഡ്സിനെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. കൂടുതലായിട്ടും ഇത് ദേ ഡിവോട്ട് മോർ ഓഫ് ദിയർ ടൈം ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റഡിങ് the improvement of production efficiency. Okay, then another type of participative management is consultative management. അതായത് കൺസൾട്ടേറ്റീവ് മാനേജ്മെൻറ്റിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് കൺസൾട്ട്സ് ദ വർക്കേഴ്സ് ഓൺ ദ മാറ്റേഴ്സ് ഓഫ് മ്യൂച്വൽ കൺസേൺ ആൻഡ് ഒബ്റ്റെയിൻ ദിയർ ഒപ്പീനിയൻ ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ. അതായത് ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ manager simply uses participation in the day-to-day administration of his organization rather than deciding matters unilaterally and passing the decisions on to subordinate. He brings subordinates into the supervisory process. മനസ്സിലായല്ലോ. അതായത് അങ്ങനെ എംപ്ലോയീസ് ആയിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ദ വർക്കേഴ്സ് ആൻഡ് ദിയർ യൂണിയൻ മേ ഓഫർ ദിയർ സജഷൻസ് ആൻഡ് ഗിവ് ദിയർ വ്യൂ പോയിൻറ്റ്സ് ബട്ട് കനോട്ട് ഇൻസിസ്റ്റ് ദാറ്റ് ദിയർ വ്യൂ പോയിൻറ്റ്സ് ബി ആക്സെപ്റ്റഡ്. അവർക്ക് അതിനുള്ളൊരു ചാൻസ് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഹി മോട്ടിവേറ്റ്സ് ദം ടു തിങ്ക് ആൻഡ് സീക്സ് ദിയർ കമൻറ്റ്സ് ഓൺ വേരിയസ് മാറ്റേഴ്സ് കൺഫ്രണ്ടിങ് ദി ഗ്രൂപ്പ്. ഓക്കെ, അനദർ മെത്തേഡ് ഇസ് ക്വാളിറ്റി സർക്കിൾസ്. ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 8 to 10 എംപ്ലോയീസ് ഹു മീറ്റ് ഈച്ച് അതർ during a meeting which is held in a week, fortnight or month depending upon the problems and their frequency. മനസ്സിലായല്ലോ.
അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മെമ്പേഴ്സ് ഈ 7 മുതൽ 10 വരെ 8 മുതൽ 10 വരെ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു 8-10 ആളുകൾ കൂടി ഒരു ഗ്രൂപ്പാണ്. ഇവരെന്ത് ചെയ്യുന്ന പറയുന്നത് ഒന്നുകിൽ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ മീറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ദീസ് മെമ്പേഴ്സ് ഡിസ്കസ് വേരിയസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർക്കിൾ ആയതുകൊണ്ട് അവർ എന്താ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ക്വാളിറ്റി. സോ ദീസ് എംപ്ലോയീസ് ബേസിക്കലി ഹാവ് എ ഷെയർഡ് ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് അവരുടെ ഉത്തരവാദിത്തമാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സോ ദിസ് ലീഡ്സ് ടു എ ഗുഡ് പാർട്ടിസിപ്പേറ്റീവ് എൻവയോൺമെൻറ്റ് ആൻഡ് ഗ്രേറ്റർ ആക്സെപ്റ്റബിലിറ്റി ഓഫ് ഡിസിഷൻസ്. ഓക്കെ, അപ്പം ഈ സംഭവം എത്രയേ ഉള്ളൂ. ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 to 10 people drawn from the same work area who meet regularly to define, analyze and solve quality and related problems in their area. Okay, during the meetings the members are trained in problem solving. Okay, in India this the experience of quality circle is a mixed one എന്നാ പറയുന്നത്. It is popular in Japan only. Okay, the next method of participation is workers participation എന്ന് പറയും. workers participation in management. അതായത് this arrangement enables workers to have a more direct participation in the management of the organization. അതായത് എല്ലാ വർക്കേഴ്സും നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നല്ല, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ആർ എലക്റ്റഡ് ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡിലേക്ക് ഈ വർക്കേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്റ്റ് ചെയ്യപ്പെടുന്നു. It gives employees a better understanding of their role in the working of the organization and its production process എന്നാണ് പറയുന്നത്. ഇങ്ങനെ ബോർഡിൽ, അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയാണല്ലോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ലീഡ്സ് ടു എൻ എൻഹാൻസ്ഡ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫോർ എംപ്ലോയീസ്. ഇങ്ങനെ ഈ ബോർഡിലൊരു ചാൻസ് കിട്ടുന്നതോട് കൂടിയിട്ട് അവരെന്താക്കുകയാണ്, അവർക്കൊരു ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദെയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. Okay, so several schemes have been developed and implemented by Government of India to promote workers' participation in management. പല സ്കീംസ് ഉണ്ട്. അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇതിൽ പറയുന്നുള്ളൂ. ഒരുപാട് സ്കീംസ് ഉണ്ട്. ഓൺലി 2 ആർ മെൻഷൻഡ് ഹിയർ. ഫസ്റ്റ് വൺ ഇസ് വർക്ക്സ് കമ്മിറ്റി എന്ന് പറയും. വർക്ക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ എക്സ്ക്ലൂസീവ് ബോഡീസ് ഓഫ് എംപ്ലോയീസ് അസൈൻ വിത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഓക്കെ, അതായത് ഈ വർക്ക് കൗൺസിൽ എന്തിനാണ്, എയിം ഓഫ് ഫോമിംഗ് വർക്ക് കൗൺസിൽ അല്ലെങ്കിൽ വർക്ക് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടു പ്രൊമോട്ട് മെഷേഴ്സ് ഫോർ മെയിൻറ്റെയിനിങ് ഹാർമോണിയസ് റിലേഷൻസ് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് ടു സോർട്ട് ഔട്ട് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് മാറ്റേഴ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ടു എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അതായത് ഈ ഒരു വർക്ക് കൗൺസിൽ അല്ലെങ്കിൽ വർക്ക് കമ്മിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ഓർഗനൈസേഷനിൽ. അതേസമയം ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാകും ഓരോ മാറ്റേഴ്സിലും എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ. അത് സോർട്ട് ഔട്ട് ചെയ്യുക. സോർട്ട് ഔട്ട് ദ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ in respect of matters of common interest to employers and employees. Okay, another council is joint management council എന്ന് പറയും. ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ദിസ് ഇസ് മെയിൻലി ഫോർ ഇംപ്രൂവിങ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ് ആൻഡ് സാറ്റിസ്ഫൈങ് ദെയർ സൈക്കോളജിക്കൽ നീഡ്സ്. ഓക്കെ, അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി ദീസ് ബോഡീസ് ആർ കൺസൾട്ടേറ്റീവ് ആൻഡ് അഡ്വൈസറി വിത്ത് ഡിസിഷൻ മേക്കിംഗ് ബീങ് ലെഫ്റ്റ് ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ്. സോ ദിസ് സിസ്റ്റം ഓഫ് പാർട്ടിസിപ്പേഷൻ ഇസ് പ്രിവാലൻറ്റ് ഇൻ മെനി കൺട്രീസ് ഇൻക്ലൂഡിങ് ബ്രിട്ടൻ ആൻഡ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഇൻ അഡീഷൻ ടു ദിസ് വർക്കർ ഡയറക്ടേഴ്സ് അതേപോലെ ഷോപ്പ് കൗൺസിൽസ് ഉണ്ട്. ഷോപ്പ് ആൻഡ് ജോയിൻറ്റ് കൗൺസിൽസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയേഴ്സ് 70 and 77 റെസ്പെക്റ്റീവ്ലി. അതേപോലെ വേരിയസ് അതർ ലെജിസ്ലേഷൻസ് വെയർ ഓൾസോ മെയ്ഡ് ഇൻ 1984 and 1990 ടു ഫെസിലിറ്റേറ്റ് ഇഫക്റ്റീവ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം ദീസ് ആർ ദ ഡിഫറെൻറ്റ് ലെവൽ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ.
Next we can see what are the advantages and disadvantages of management by participation. അഡ്വാൻറ്റേജസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോട്ടിവേഷണൽ നേച്ചർ, തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഇതൊരു മോട്ടിവേഷണൽ ടെക്നിക്കാണെന്നുള്ളത്. then it improved relations between supervisors and subordinate, അതായത് സബോർഡിനേറ്റിലും ഡിസിഷൻ മേക്കിങ്ങിന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക ചെയ്യുന്നത്. ദെൻ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ്, അതായത് അവർ കുറച്ചൊന്ന് ക്രിയേറ്റീവ് ആവുന്നു, ഇന്നൊവേറ്റീവ് ആവുന്നു എംപ്ലോയീസ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ്. ദെൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റെസ്പോൺസിബിലിറ്റി വരിക ചെയ്യുന്നത് വർക്കേഴ്സിൻ്റെ ഇടയിൽ. സോ ഇറ്റ് ഹെൽപ്സ് ടു enhanced efficiency and possibility to reduce social interest. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡിസിഷൻസ് ടേക്കൺ, ഒരു ഡിഫ്യൂഷൻ വരിക ചെയ്യുന്നത് അവിടെ. ദെൻ ഡിഫിക്കൽട്ടീസ് ഇൻ ഒബ്റ്റെയിനിങ് ദ റിക്വയർഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്ലോ ഡിസിഷൻ മേക്കിംഗ്. ദെൻ ബാരിയേഴ്സ് റിസൾട്ടിങ് ഫ്രം ഇനാഡിക്വേറ്റ് ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഇൻ മാനേജ്മെൻറ്റ് ടാസ്ക്, അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കൃത്യമായ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ എംപ്ലോയീസിനെ അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്.